Good morning all. In the last session we have started with the error detection mechanism. The first error detection mechanism we have seen is parity. Okay, so the first error detection mechanism we have discussed is parity. The second one that we are going to discuss today is cyclic redundancy check. Okay, അപ്പം പാരിറ്റിയിൽ നമ്മൾ കണ്ടു പാരിറ്റി ഇറ്റ് ഈസ് മെയിൻലി യൂസ് ടു ഡിറ്റക്ട് എ സിംഗിൾ ബിറ്റ് എറർ. അതായത് കുറേ ബിറ്റ് പാറ്റേൺസിൽ ഇഫ് ആൻ എറർ ഒക്കേർഡ് ഇൻ എ സിംഗിൾ ബിറ്റ്, ഒരു ബിറ്റിൽ മാത്രം എറർ ഒക്കർ ചെയ്താൽ ദാറ്റ് എറർ ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് പാരിറ്റി. ഓക്കെ, അതാണ് പാരിറ്റിയുടെ യൂസ്. ഇപ്പോൾ മൾട്ടിപ്പിൾ എറേഴ്സ് ഉണ്ടെങ്കിലോ, മൾട്ടിപ്പിൾ ബിറ്റ്സിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ ഹൗ വി ആർ ഗോയിങ് ടു ഹാൻഡിൽ ഇറ്റ്? ഓക്കെ, അത് ഹാൻഡിൽ ചെയ്യുന്നത് സൈക്ലിക് റിഡൻഡൻസി ചെക്ക് വഴിയാണ്. Okay, so let us discuss cyclic redundancy check or CRC in detail. So CRC is one of the most powerful error detecting code. Okay, the certain number of check bits are often called checksum are appended to the message that is being transmitted. The main concept of CRC is that we are going to append some redundant bits. Redundant bits നെ വിളിക്കുന്ന പേരാണ് checksum. അപ്പോൾ ആ റിഡൻഡൻറ്റ് ബിറ്റ്സ് നമ്മൾ മെസ്സേജിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ അപ്പൻഡ് ചെയ്യുന്ന മെസ്സേജിൻ്റെ കൂടെ, ഡാറ്റയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽ ബി അറ്റാച്ചിങ് ദോസ് റിഡൻഡൻറ്റ് ബിറ്റ്സ് ഓർ ചെക്സം, എന്നിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ആ റിഡൻഡൻറ്റ് ബിറ്റ് അല്ലെങ്കിൽ ആ ചെക്സമ്മിനെയാണ് നമ്മൾ CRC എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ മെയിൻ കോൺസെപ്റ്റ് ഈസ് വി ആർ യൂഷ്വലി വിൽ ബി അപ്പൻഡിങ് എ റിഡൻഡൻറ്റ് ബിറ്റ് കോൾഡ് ചെക്സം, okay, which is appended to the message that is being transmitted. At the receiver end, they will verify this redundant bit and confirm that no error has occurred. Okay, ഇപ്പോൾ സെൻട്രൽ സൈഡിലും റിസീവർ സൈഡിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് we can see. Okay, so it is mainly used in networks such as local area network and wide area network. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെയുള്ള സിസ്റ്റംസ് കണക്ട് ചെയ്യുന്നത് LAN വഴിയാണ്. ഓക്കെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് എല്ലാം വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു CRCയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് CRC. ലെറ്റ് us ഡിസ്കസ് ദ മോർ ഡീറ്റെയിൽസ് അബൌട്ട് CRC. ബിഫോർ CRC ഈസ് ഹാവിങ് two divisions. First one is encoding. Encoding എന്ന് ചെയ്യുന്നത് എപ്പോഴാണ്? സെൻഡറാണ് എൻകോഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ the sending side, before sending the information, the message or the data is being encoded. ഓക്കെ, ആ എൻകോഡിങ്ങിൻ്റെ പ്രോസസ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അറ്റ് ദ റിസീവർ സൈഡ് ഇറ്റ് പെർഫോംസ് ഡീകോഡിങ്. അതായത് റിസീവറാണ് ഡീകോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻകോഡ് ചെയ്ത മെസ്സേജ് നമ്മൾ എങ്ങനെ ഡീകോഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ഇൻ ടു ദീസ് സ്റ്റെപ്സ് ലെറ്റ് us see this figure. ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സെൻട്രൽ നോക്കുക. ഓക്കെ, അപ്പോൾ സെൻട്രൽ this is the data that we need to transmit through the communication channel വഴി we are going to transmit this data. ഓക്കെ, അപ്പം നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് we will be appending certain bits, some additional bits along with this data. ഓക്കെ, അഡീഷണൽ ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ സീറോസ് ആണ് ആഡ് ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു അപ്പൻഡ് സം റിഡൻഡൻറ്റ് ബിറ്റ്സ്. റിഡൻഡൻറ്റ് ബിറ്റ് ഈസ് യൂഷ്വലി സീറോസ്. ഓക്കെ, സോ വിൽ ബി അപ്പൻഡിങ് n ബിറ്റ്സ് along with the data. ഓക്കെ, ഈ n ബിറ്റ്സിൻ്റെ കണക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റ പ്ലസ് ദിസ് n ബിറ്റ് അതിനെ നമ്മൾ ഒരു ഡിവൈസർ കൊണ്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ദിസ് ഡാറ്റ പ്ലസ് ദിസ് n ബിറ്റ്സ് ഈസ് ഡിവൈഡഡ് യൂസിങ് എ ഡിവൈസർ. അപ്പോൾ ഈ ഡിവൈസർ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഡിവൈസറിൽ എത്ര ബിറ്റാണോ അതിന്ന് 1 മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നമ്പർ ഓഫ് സീറോസ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഡിവൈസർ ഈസ് ഹാവിങ് 5 ബിറ്റ്സ്, the number of zeros we are going to pad is 4 bit. If the divisor is 6 bits, if divisor is having 6 bits, the number of zeros we are going to pad with the data is 5. Okay, 6 minus 1, 5. ക്ലിയർ? അപ്പോൾ ഇവിടെ എത്രയുണ്ടോ അതിൻ്റെ 1 മൈനസ് സീറോസ് ആണ് ഇവിടെ നമ്മൾ ഡാറ്റയുടെ കൂടെ പാഡ് ചെയ്യുന്നത്. അതെപ്പോഴും ഓർക്കുക. ഓക്കെ, ഇപ്പോൾ CRCയിൽ നമുക്ക് 2 കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും, ഡാറ്റ ആൻഡ് ദ ഡിവൈസർ. ഓക്കെ, ഡാറ്റ ആൻഡ് ദ ഡിവൈസർ, ഇത് രണ്ടും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡിവൈസർ എന്ത് ചെയ്യുന്നത്? ഡിവൈസർ മസ്റ്റ് ബി, the number of zeros that we are going to append must be the number of bit in the divisor minus 1.
ക്ലിയർ? ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഡാറ്റ എടുത്തു, ഡാറ്റയുടെ കൂടെ 0 അപ്പൻഡ് ചെയ്തു. ഓക്കെ, അപ്പൻഡ് ചെയ്ത സാധനം നമ്മൾ ഈ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും വിൽ ബി ഗെറ്റിംഗ് എ റിമൈൻഡർ. ഡെഫിനറ്റ്ലി വിൽ ബി ഗെറ്റിംഗ് എ റിമൈൻഡർ. ഓക്കെ, സോ ദാറ്റ് റിമൈൻഡർ വിൽ ബി ഈക്വൽ ടു n ബിറ്റ്സ്. ഓക്കെ, നമ്മളിവിടെ എത്ര ആഡ് ചെയ്തോ അത്രയും ബിറ്റ്സ് ആയിരിക്കും ഇവിടെ റിമൈൻഡറായിട്ട് വരുന്നത്. ദാറ്റ് റിമൈൻഡർ ഈസ് കോൾഡ് CRC. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറയുന്ന കോഡ് എന്ന് പറയുന്നത്. CRC കോഡാണത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോണ? നൗ വി ആർ ഗോയിങ് ടു ട്രാൻസ്മിറ്റ് ദിസ് ഡാറ്റ. ഓക്കെ, ഡാറ്റ പ്ലസ് ദി CRC. ഡാറ്റ പ്ലസ് CRC ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ത്രൂ ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ റിമൈൻഡർ നമ്മൾ കണ്ടുപിടിച്ചു. ഡാറ്റയുടെ കൂടെ നമ്മൾ സീറോസ് ആഡ് ചെയ്തിട്ട് ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. കിട്ടുമ്പോഴത്തെ ആൻസർ റിമൈൻഡർ ഇത്രയും കിട്ടി. ആ റിമൈൻഡറും ഡാറ്റയും കൂടെ വിൽ ബി അപ്പൻഡിങ് ഇറ്റ്. ഓക്കെ, ദെൻ വിൽ ട്രാൻസ്മിറ്റ് ത്രൂ ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഓക്കെ, അറ്റ് ദ റിസീവർ സൈഡ് ദ റിസീവർ വിൽ ബി ഗെറ്റിംഗ് ദിസ് തിങ്. ഈ ഡാറ്റയും CRC അടങ്ങിയിട്ടുള്ള സാധനമാണ് റിസീവറിന് കിട്ടുന്നത്. അപ്പോൾ റിസീവറിൻ്റെ കയ്യിലും എന്തുണ്ട്? ദ സെയിം ഡിവൈസർ. ഇവിടെ എന്തുണ്ട്? ഡിവൈസർ ഉണ്ടോ? ആ ഡിവൈസർ റിസീവറിൻ്റെ കയ്യിലുണ്ട്. ദ സെയിം ഡിവൈസർ ഈസ് ഹീസ് ഓൾസോ വിത്ത് ദ റിസീവർ. സോ ദിസ് റിസീവർ വിൽ ഡിവൈഡ് ദിസ് തിങ്, ഐ മീൻ ദ ഡാറ്റ പ്ലസ് CRC വിത്ത് ദ ഡിവൈസറായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് റിമൈൻഡർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇഫ് ദ റിമൈൻഡർ ഈസ് ഒക്കറിങ് then this it means that a error has occurred. ഓക്കെ, അവിടെ എറർ വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. എപ്പോഴാണ്? റിമൈൻഡർ വന്നിട്ടുണ്ടെങ്കിൽ. റിമൈൻഡർ 0 ആണെങ്കിൽ ദർ ഈസ് നോ എറർ, വി ക്യാൻ അക്സെപ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ക്ലിയർ? സോ ദിസ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് ദ CRC. ക്ലിയർ? ദിസ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് ദ CRC. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് once more. The data along with the zeros, appended zeros, okay, will be append number of zeros. How many zeros will be required? The number of bits required, number of bits in the divisor minus 1 bits will be appended here. Okay, if the divisor is having 5 bits, then 4 zeros will be appended along with the data. Okay, so that data plus this appended zeros will be divided with the divisor. Okay, and the remainder that we are getting will be called the CRC. Okay, then the data is combined with the CRC and transmitted through the communication channel. At the receiver side, this data and the CRC is again divided with the divisor, same divisor. Okay, if the remainder is there, it means that there is no error. I mean, remainder is there, which means that error has occurred. Then we have to reject those data or message. If the remainder is 0, which means that there is no error in the message, we can accept that message. This is the concept. Okay, മനസ്സിലായല്ലോ? ഇനി നമുക്ക് ആ തിയറി പാർട്ടിലേക്ക് പോകാം. ഇത് ഓർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആ തിയറി എഴുതാനായിട്ട്. ഓക്കെ, ഇപ്പോൾ എൻകോഡിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിഗർ നോക്കി വെച്ച് വേണം, മനസ്സിലാക്കി വെച്ച് വേണം നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് 1 പറയുന്നത് ദ ഡാറ്റ വേർഡ് ഹാസ് k ബിറ്റ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വി ആർ ഗോയിങ് ടു ലേൺ 2 ന്യൂ ടേംസ്. ഡാറ്റ വേർഡ് ഈസ് നത്തിങ് ബട്ട് ദ ഡാറ്റ. നമ്മൾ നേരത്തെ കണ്ട ഈ ഡാറ്റയാണ് ഡാറ്റ വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ കോഡ് വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസറാണ്. ഈ ഡിവൈസറാണ് നമ്മളെ കോഡ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഡിവൈസർ എന്ന് തരത്തില്ല, കോഡ് വേർഡെന്ന് തരും. കോഡ് വേർഡെന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഡിവൈസറാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഡാറ്റ വേർഡ് k ബിറ്റും നമ്മളെ കോഡ് വേർഡ് n ബിറ്റുമാണ്. ദ സൈസ് ഓഫ് ദ ഡാറ്റ വേർഡ് ഈസ് ഓഗ്മെൻറ്റഡ് ബൈ ആഡിങ് n-1 zeros ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ വേർഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിവൈസറിൽ എത്ര ബിറ്റുണ്ടോ അത് -1 zeros നമ്മൾ ഡാറ്റയുടെ കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സാധനം തന്നെയാണ് അതിൽ പറഞ്ഞേക്കുന്നത്. ഡാറ്റ വേർഡ് ഹാസ് k ബിറ്റ്, ദ കോഡ് വേർഡ് ഹാസ് n ബിറ്റ്. ദ സൈസ് ഓഫ് ദ ഡാറ്റ വേർഡ് ഈസ് ഓഗ്മെൻറ്റഡ് ബൈ ആഡിങ് n-1 zeros ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ വേർഡ്. ഡാറ്റ വേർഡിൻ്റെ റൈറ്റ് സൈഡിൽ n-1 zeros വെച്ച് നമ്മൾ ആഡ് ചെയ്യണം.
അപ്പൻഡ് ചെയ്യണം. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വി ആർ ഗോയിങ് ടു ഡു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ദ ന്യൂലി ഫോംഡ് ഡാറ്റ യൂണിറ്റ്. ന്യൂലി ഫോംഡ് ഡാറ്റ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ പ്ലസ് ദ സീറോസ്, പാഡഡ് സീറോസ്, അതാണ് ന്യൂലി ഫോംഡ് ഡാറ്റ ബിറ്റ്സ്. ഡാറ്റ യൂണിറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ദ ഡിവൈസർ ഓർ ദ കോഡ് വേർഡ് അല്ലെങ്കിൽ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക യൂസിങ് ബൈനറി ഡിവിഷൻ ആൻഡ് റിമൈൻഡർ ഈസ് ഒബ്റ്റൈൻഡ് ആൻഡ് ദിസ് റിമൈൻഡർ ഈസ് കോൾഡ് CRC. ഡിവൈഡ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് എ റിമൈൻഡർ. ദാറ്റ് റിമൈൻഡർ ഈസ് കോൾഡ് CRC. Okay, the string of n zeros is appended to the data unit earlier is replaced by CRC reminder. അതായത് നമ്മൾ നേരത്തെ സീറോസ് കൊണ്ട് അപ്പൻഡ് ചെയ്ത ആ പാർട്ട് ഉണ്ടല്ലോ, അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് CRC കൊണ്ട് അപ്പൻഡ് ചെയ്യും. ഓക്കെ, അതാണ് തേർഡ് സ്റ്റെപ്പ്. മനസ്സിലായല്ലോ? തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കിട്ടിയ CRCയുടെ കൂടെ നമ്മൾ നേരത്തെ സീറോസ് അപ്പൻഡ് ചെയ്തല്ലോ, അത് മാറ്റിയിട്ട് അത് റീപ്ലേസ് ചെയ്ത് നമ്മൾ CRC ആക്കും. അപ്പോൾ ഡാറ്റ CRC ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലേ? സോ ദ സ്ട്രിങ് ഓഫ് n zeros appended to the data unit earlier is replaced by the CRC reminder. ഓക്കെ, സ്റ്റെപ്പ് 4 എന്താണ്? ഡാറ്റ യൂണിറ്റ് പ്ലസ് ദ CRC ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ റിസീവർ. റിസീവറിൽ ഡാറ്റയും CRCയും കൂടെ ചേർത്താണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡീകോഡിംഗ് സൈഡ്. ഡീകോഡിംഗ് ഈസ് പെർഫോംഡ് ബൈ ദ റിസീവർ. റിസീവറാണ് ഡീകോഡിംഗ് ചെയ്തത്. എൻകോഡിംഗ് ചെയ്യുന്നത് സെൻറ്ററാണ്. അപ്പോൾ ഡീകോഡിംഗ് എന്താ ചെയ്യുന്നത്? The receiver on receiving the code word divides the data unit plus CRC by the same division and checks the remainder. അതായത് നമുക്ക് കിട്ടിയ ഡാറ്റ യൂണിറ്റും CRCയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സെയിം ഡിവൈസർ വെച്ച് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ആ കോഡ് വേർഡ് വെച്ച് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദ റിസീവർ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ദ റിസീവർ ചെക്സ് ഇഫ് ദ റിമൈൻഡർ ഈസ് 0. റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. If the remainder is 0, the receiver assumes that there is no error in the data. Okay, 0 ഇല്ല, അതായത് റിമൈൻഡർ 0 ആണെങ്കിൽ റിസീവർ എന്ത് അസ്യൂം ചെയ്യും? there is no error. ഓക്കെ, റിമൈൻഡർ 0 അല്ല എന്നുണ്ടെങ്കിൽ there is error in the data and it will reject that data. Clear? This is the process of encoding and decoding. Encoding is performed at the sender side and decoding is performed at the receiver side. ഓക്കെ, അപ്പോൾ ആ ഫിഗർ നോക്കി വെച്ച് മനസ്സിലാക്കി വെച്ചിട്ട് വേണം യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദിസ് കോൺസെപ്റ്റ്സ്. ഓക്കെ, നൗ ലെറ്റ് us demonstrate this CRC mechanism using an example. See here. So this is the data word that we are going to transmit, 1001. Okay, so 1001. This is the divisor. Okay, code word തന്നിട്ടുണ്ട്. 1011 is the code word. അപ്പോൾ നമ്മൾ കോഡ് വേർഡ് എന്ന് പറയുന്നത് 4 ബിറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ബിറ്റ് കൊണ്ട് അപ്പൻഡ് ചെയ്യണം? എത്ര സീറോസ് കൊണ്ട് അപ്പൻഡ് ചെയ്യണം? n-1 സീറോസ്, അതായത് 3 സീറോസ്. ഇവിടെ 4 ബിറ്റാണ്. അപ്പോൾ 4-1, അതായത് 3 സീറോസ് കൊണ്ട് നമ്മൾ ഡാറ്റ വേർഡിനെ അപ്പൻഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പം ഡിവിഷൻ അറിയാമല്ലോ. ഓക്കെ, നമ്മൾ നോർമൽ ബൈനറി ഡിവിഷൻ പെർഫോം ചെയ്യുക. ബൈനറി ഡിവിഷൻ പെർഫോം ചെയ്ത് അവസാനം വിൽ ബി ഗെറ്റിംഗ് ദിസ് ആൻസർ. ദിസ് ഈസ് ദ റിമൈൻഡർ. ഓക്കെ, ബൈനറി ഡിവിഷൻ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കുക. നമ്മൾ S3 പഠിച്ച സ്വിച്ചിങ് തിയറിയിൽ നമ്മൾ ബൈനറി ഡിവിഷൻ പഠിച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ബൈനറി ഡിവിഷൻ ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും വിൽ ബി ഗെറ്റിംഗ് ദിസ് റിമൈൻഡർ. സോ ദിസ് റിമൈൻഡർ ഈസ് കോൾഡ് CRC. ഓക്കെ, ഈ CRCയും നമ്മൾ ഈ ഡാറ്റ വേർഡും കൂടെ വീണ്ടും കമ്പൈൻ ചെയ്യും. ഓക്കെ, കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ കിട്ടിയ റിമൈൻഡറും ഈ ഡാറ്റ വേർഡും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തതാണ് 1001 110 കമ്പൈൻ ചെയ്തുണ്ടോ? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഡാറ്റ വേർഡ് പ്ലസ് റിമൈൻഡർ, ദിസ് ഈസ് ദ കോഡ് വേർഡ് ദാറ്റ് വി ആർ ഗോയിങ് ടു ട്രാൻസ്മിറ്റ്. ക്ലിയർ? അപ്പോൾ എക്സ്പ്ലെയിൻ ദ എൻകോഡിംഗ് സ്കീം ഇൻ ദ CRC എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, സെൻഡ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ CRC ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് ഡാറ്റ വേർഡ് ആൻഡ് ദിസ് ഡിവൈസർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. CRC മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഡീകോഡിങ് പ്രോസസ്സും കൂടെ ചെയ്യണം. ഓക്കെ, ഇനി ഡീകോഡിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കോഡ് വേർഡ് നമുക്ക് കിട്ടിയത്, അല്ലേ? നമ്മുടെ ഡാറ്റയും CRCയും കൂടെ കമ്പൈൻ ചെയ്ത്, അതാണ്ട് ഈ സംഭവം നമുക്ക് റിസീവർ സൈഡിൽ കിട്ടി.
റിസീവർ സൈഡിൽ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ആ സാധനം എടുത്തിട്ട് വിൽ ബി ഡിവൈഡിങ് ഇറ്റ് ടു ദ സെയിം ഡിവൈസർ. നമ്മൾ പ്രീവിയസ്ലി നമ്മൾ ഉപയോഗിച്ച സെയിം ഡിവൈസർ അല്ലെങ്കിൽ കോഡ് വേർഡ് വെച്ച് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഡിവൈഡ് ചെയ്ത് താഴെ റിമൈൻഡർ നോക്കുന്നു. റിമൈൻഡർ 0 ആണെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ദർ ഈസ് നോ കറപ്ഷൻ ഇൻ ദ ഡാറ്റ. ഓക്കെ, ദർ ഈസ് നോ എറർ ഇൻ ദ ഡാറ്റ. ദ ഡാറ്റ ക്യാൻ ബി അക്സെപ്റ്റഡ്, ഡാറ്റ വേർഡ് ക്യാൻ ബി അക്സെപ്റ്റഡ്. ഓക്കെ, so this is the process that is involved in the decoding scheme. ഓക്കെ, അപ്പോൾ നമ്മൾ CRC എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് സ്കീംസ് ചോദിക്കും, എടുത്ത് എഴുതാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പം എൻകോഡിങ് മാത്രം ചോദിക്കും, അല്ലെങ്കിൽ ഡീകോഡിങ് മാത്രം ചോദിക്കും. ഓക്കെ, ഡീകോഡിങ് മാത്രമായിട്ട് ചോദിക്കില്ല, എൻകോഡിങ് ആയിരിക്കും ചോദിക്കുന്നെങ്കിൽ എൻകോഡിങ്ങും ഡീകോഡിങ്ങും കൂടെ ഒരുമിച്ച് ചോദിക്കും, അല്ലെങ്കിൽ എൻകോഡിങ് മാത്രമായിട്ട് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ CRC ക്വസ്റ്റ്യൻ തന്നിട്ട് ഗീവ് ദ CRC കോഡ് എന്ന് ചോദിക്കും. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. നമുക്ക് ഇതുവരെയുള്ള ഏകദേശം ഒരു 6 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിലും ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ഷുവർ ക്വസ്റ്റ്യനാണ്, 100% ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, നമുക്ക് എളുപ്പത്തിൽ മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ബൈനറി ഡിവിഷൻ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ മാത്രമേ അത് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ആ ബൈനറി ഡിവിഷൻ ഒന്ന് പഠിച്ചിട്ട് വരിക എല്ലാവരും. ഓക്കെ, പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, now in some question they will be given polynomials instead of the divisor. In some questions they will be given polynomials. So from the given polynomials we have to extract the binary അല്ലെങ്കിൽ extract the bits. How it is possible? അതാണ് ഇവിടെ പറയുന്നത്, polynomials. The pattern of all zeros and ones can be represented as a polynomial with coefficients 0 and 1. അപ്പോൾ പോളിനോമിയൽസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സീറോസ് ആൻഡ് വൺസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് പോളിനോമിയൽസ് വിത്ത് കോഎഫിഷ്യൻസ് ഓഫ് 0 and 1. The power of each term shows the position of the bit. The coefficient shows the value of the bit. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരു പവർ തന്ന്, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഇങ്ങനൊരു ഇത് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. x⁻6 പ്ലസ് x⁻5 x⁻6 പ്ലസ് x⁻1 പ്ലസ് 1 എന്ന് തന്നു കഴിഞ്ഞാൽ, അതായത് ഒന്നുകൂടെ ഞാൻ എടുത്തെഴുതാം, x⁻6 പ്ലസ് x⁻1 പ്ലസ് 1 എന്നുള്ള പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ബൈനറി എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിന് നോക്കുക, x⁻6 എന്ന് പറയുന്നത് അതിൻ്റെ ബിറ്റിൻ്റെ പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ x⁻6ൻ്റെ പ്രസൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് x⁻6 എന്ന് പറയുന്നത് അവിടെ നമുക്ക് ആ ഒരു ബിറ്റ് പൊസിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് വാല്യൂ എപ്പോഴും 1 ആയിരിക്കും അല്ലേ. 1 ഇൻറ്റു x. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം ഇതിനെ, x⁻6 1 ഇൻറ്റു x⁻6. ഓക്കെ, പ്ലസ് 0 x⁻5 ഉണ്ടോ, അടുത്ത x⁻6 കഴിഞ്ഞാൽ നെക്സ്റ്റ് പവർ എന്ന് പറയുന്നത് x⁻5 ആണ്. അതിവിടെ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ. അപ്പോൾ 0 ഇൻറ്റു x⁻5 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി x⁻5 കഴിഞ്ഞാൽ x⁻4 ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ഇൻറ്റു x⁻4 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി x⁻3 ഉണ്ടോ? ഇല്ല, x⁻3 ഇല്ല. അതും 0 ഇൻറ്റു x⁻3. അപ്പോൾ അവിടുത്തെ കോഎഫിഷ്യൻ്റ് 0 ആണ്. ഇനി x⁻2 ഉണ്ടോ? ഇല്ല, x⁻2 ഇല്ല. സോ ദ കോഎഫിഷ്യൻ്റ് ഓഫ് ദ x⁻2 ഈസ് 0. x⁻1 ഉണ്ടോ? ഉണ്ട്, x⁻1 ഉണ്ട്. സോ ദ കോഎഫിഷ്യൻ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ 1. ഇനി x⁻0 ഉണ്ടോ? ഉണ്ട്. x⁻0 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ, 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഏതൊക്കെ പവേഴ്സ് ഉണ്ടോ അതിൻ്റെ കോഎഫിഷ്യൻസ് മാത്രം നമ്മൾ എഴുതുക, 1 ഇടുക, ബാക്കിയെല്ലാം 0s ഇടുക. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. ഓക്കെ, ഇപ്പോൾ x⁻ ഇവിടെ കോഎഫിഷ്യൻ്റ് 1 ഉണ്ടല്ലേ. ഇപ്പോൾ 1, ഇപ്പോൾ 1. x⁻5 ഇല്ല, അതുകൊണ്ട് 0. x⁻4 ഇല്ല, 0. x⁻3 ഇല്ല, 0. x⁻2 ഇല്ല, 0. x⁻1 ഉണ്ട്, സോ 1. x⁻0 ഉണ്ട്, 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബൈനറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 0 0 0 0 1 1. ഓക്കെ, ഇതാണ് ഈ ഒരു
പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇതിൻ്റെ പവേഴ്സാണ്. അപ്പോൾ പവേഴ്സിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ആണ് നമ്മുടെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് റൈസ് ടു 6ൽ നമുക്ക് കോഎഫിഷ്യൻറ്റ് 1 ഉണ്ട് അല്ലേ, എക്സ് റൈസ് ടു 1ൽ കോഎഫിഷ്യൻറ്റ് 1 ഉണ്ട്. ഓക്കെ, എക്സ് റൈസ് ടു 0ലും കോഎഫിഷ്യൻറ്റ് 1 ഉണ്ട്. ബാക്കി എല്ലാത്തിലും സീറോസാണ്. നമ്മൾ ആ ഓർഡറിൽ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഹയസ്റ്റ് പവേഴ്സിൽ നിന്ന് നമ്മൾ ലോവസ്റ്റ് പവറിലേക്ക് എത്തിക്കുക. ഓക്കെ, അതിലില്ലാത്ത പവേഴ്സിനെല്ലാം നമ്മൾ 0 കൊടുക്കുക. ക്ലിയർ? ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് പോളിനോമിയൽ. അപ്പോൾ ഞാനിത് പഠിപ്പിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസ്റ്റെഡ് ഓഫ് ഡാറ്റ വേർഡ് ദേ വിൽ ഗീവ് ദിസ് പോളിനോമിയൽ. അപ്പോൾ ഈ പോളിനോമിയലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ ഡിവൈസറിൽ നമുക്ക് അല്ലെങ്കിൽ കോഡ് വേർഡ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലെറ്റ് us see one example. A bit stream, this is the bit stream that we are going to transmit. Okay, using the standard CRC method. Generator polynomial is x raised to 4 plus x plus 1. ഇതാണ് നമ്മുടെ ഡാറ്റ. ഓക്കെ, ഈ ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യണം. അപ്പം നമ്മുടെ പോളിനോമിയൽ തന്നിട്ടുണ്ട്, എക്സ് റൈസ് ടു 4 പ്ലസ് എക്സ് പ്ലസ് 1 ആണ് പോളിനോമിയൽ, അതായത് ഡിവൈസർ തന്നിട്ടുണ്ട്. ഓക്കെ, അത് പോളിനോമിയലായിട്ടാണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ ആക്ച്വൽ ബിറ്റ് സ്ട്രിങ് ടു ബി ട്രാൻസ്മിറ്റഡ്? ഓക്കെ, അപ്പോൾ ആക്ച്വൽ ബിറ്റ് സ്ട്രിങ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അതായത് എൻകോഡിങ് സ്കീം മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹൗ എൻകോഡിങ് ക്യാൻ ബി പെർഫോംഡ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡാറ്റ ഉണ്ട് നമ്മളതിൽ, ഡിവൈസർ പോളിനോമിയലായിട്ടാണ് തന്നിരിക്കുന്നത്, അതിന് നമുക്ക് ഡിവൈസർ എക്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദ ജനറേറ്റർ പോളിനോമിയൽ ഓർ ദ കോഡ് വേർഡ് എന്ന് പറയുന്നത് ഇതാണ്, എക്സ് റൈസ് ടു 4 പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്കത് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എക്സ് റൈസ് ടു 4 ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ട്. എക്സ് റൈസ് ടു 3 ഉണ്ടോ? ഇല്ല, അതിൻ്റെ കോഎഫിഷ്യൻ്റ് 0. എക്സ് റൈസ് ടു 2 ഇല്ല, കോഎഫിഷ്യൻ്റ് 0. എക്സ് റൈസ് ടു 1 ഉണ്ട് അല്ലേ, അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് 1. എക്സ് റൈസ് ടു 0 ഉണ്ട്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് 1. ഓക്കെ, സോ ഡിവൈസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1. ഡിവൈസർ വാല്യൂ ഈസ് 1 0 0 1 1. ഓക്കെ, 1 1 0 0 ഇല്ല, അത് ചെറിയൊരു എററാണ്. ഈ 1 വേണ്ട, ഫസ്റ്റ് 1 വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിവൈസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വേണ്ട, എക്സ് റൈസ് ടു 4ൻ്റെ 1, എക്സ് റൈസ് ടു 3യുടെ കോഎഫിഷ്യൻറ്റ് 0, എക്സ് റൈസ് ടു 2യുടെ കോഎഫിഷ്യൻറ്റ് 0, എക്സ് റൈസ് ടു 1ൻ്റെ കോഎഫിഷ്യൻറ്റ് 1, എക്സ് റൈസ് ടു 0യുടെ കോഎഫിഷ്യൻറ്റ് 1. സോ ദ ഡിവൈസർ ഈസ് 1 0 0 1 1. ഹൗ മെനി ബിറ്റ്സ്? 1 2 3 4 5 ബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ 5 ബിറ്റ്സ് ആയതുകൊണ്ട് നമ്മൾ ഈ ഡാറ്റയിൽ എത്ര സീറോസ് ആഡ് ചെയ്യണം? 5 മൈനസ് 1, അതായത് 4 സീറോസ് നമ്മൾ അപ്പൻഡ് ചെയ്യണം. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ദ സ്ട്രിങ് ഓഫ് 4 zeros ഈസ് അപ്പൻഡഡ് ടു ദ ബിറ്റ് സ്ട്രീം ടു ബി ട്രാൻസ്മിറ്റഡ്. ഓക്കെ, സോ ദ റിസൾട്ടിങ് ബിറ്റ് സ്ട്രീം ഈസ് നമ്മുടെ ഡാറ്റയുടെ കൂടെ നമ്മൾ 4 സീറോസ് ആഡ് ചെയ്തേക്കുന്നുണ്ടോ? വൈ 4 zeros? ബിക്കോസ് ദ ഡിവൈസർ ഈസ് 5 bit. Okay, so that device's bit minus 1 is the number of zeros to be padded. അപ്പം റിസൾട്ടിങ് ബിറ്റ് സ്ട്രീം ഈസ് ദിസ് മച്ച്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇതും നമ്മുടെ ഡിവൈസറുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതും ഡിവൈസർ 1 0 0 1 1 അല്ലേ ഡിവൈസർ, നമ്മളെ കോഡ് വേർഡ് ആണ് 1 0 0 1 1 ഈസ് എ ഡിവൈസർ. അതുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ബൈനറി ഡിവിഷൻ ചെയ്യുക. ദ റിമൈൻഡർ ഈസ് 1 1 1 1 1 1 0 അല്ലേ, 1 1 1 0 ആണ് റിമൈൻഡർ. ക്ലിയർ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ സാധനത്തിനെ മാറ്റിയിട്ട്, ഈ 0 0 0നെ മാറ്റിയിട്ട് 1 1 1 0 വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, സോ ദ CRC എന്താണ്? ദ റിമൈൻഡർ ഈസ് ദ CRC. ദ കോഡ് വേർഡ് ടു ബി ട്രാൻസ്മിറ്റഡ് is obtained by replacing the last 4 zeros, okay, with the CRC. ഇതിൽ നമ്മൾ ലാസ്റ്റ് 4 zeros ഇട്ടില്ലോ, അതിന് നമ്മൾ CRC വെച്ച് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, സോ ദ കോഡ് വേർഡ് ട്രാൻസ്മിറ്റഡ് ടു ദ റിസീവർ ഈസ് ദിസ് ഡാറ്റ അലോങ് വിത്ത് ദ CRC. ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ.
ഓക്കെ, ഡീകോഡിങ് ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ ആക്ച്വൽ ബിറ്റ് സ്ട്രിങ് ടു ബി ട്രാൻസ്മിറ്റഡ്. ഓക്കെ, ആക്ച്വൽ ബിറ്റ് സ്ട്രിങ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, റിസീവർ സൈഡിൽ അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഡീകോഡിങ് പോർഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ സാധനം എടുത്തിട്ട്, ഇതാണ് ഡാറ്റ, നമ്മുടെ ഡാറ്റ പ്ലസ് CRC എന്ന് പറയുന്നത്. ദിസ് ഡിവൈഡഡ് ബൈ ഈ CRC വീണ്ടും ചെയ്യുക. ഓക്കെ, CRC അല്ല, സോറി, ദിസ് ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിവൈസർ വീണ്ടും ചെയ്യുക. 10011. ഓക്കെ, ഡിവൈസർ കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും റിമൈൻഡർ 0 വരെയാണെങ്കിൽ വി ക്യാൻ accept the data, otherwise we can reject it. Okay, this is the process. Now advantage of CRC over parity. അഡ്വാൻറ്റേജ് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞതാണ്. പാരിറ്റി ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻ ഡിറ്റക്റ്റ് ഓൺലി എ സിംഗിൾ ബിറ്റ് എറർ. കുറേ ബിറ്റ് സ്ട്രീംസിൽ സിംഗിൾ ബിറ്റ് എറർ, ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള എറേഴ്സ് മാത്രമേ ഇതിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പാരിറ്റി, നമ്മൾ അത് കഴിഞ്ഞ സെഷനിൽ പഠിച്ച പാരിറ്റിയിൽ. ഓക്കെ, ബട്ട് CRCയിൽ എങ്ങനെയാണ്? ക്യാൻ ഡിറ്റക്റ്റ് സിംഗിൾ ബിറ്റ് എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, ഡബിൾ എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, ഓഡ് നമ്പർ ഓഫ് എറേഴ്സ് ആൻഡ് ബേഴ്സ്റ്റ് എറേഴ്സ്. ഓക്കെ, ബേഴ്സ്റ്റ് എറേഴ്സിന് കണ്ടിന്യൂസ് ബിറ്റ്സിൽ വരുന്ന എറേഴ്സും ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിംഗിൾ ബിറ്റ് എറർ കണ്ടുപിടിക്കാൻ പറ്റും, ഡബിൾ ബിറ്റ്, ഓഡ് നമ്പർ ഓഫ് ബിറ്റ്സ് എറേഴ്സ് വരികയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ അതും കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ബേഴ്സ്റ്റ് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് CRC ഓവർ ദ പാരിറ്റി. Okay, another advantage is they can easily be implemented in the hardware and software. This concept can be easily implemented in hardware and software. നമ്മളെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെല്ലാം ഈ കോൺസെപ്റ്റാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദേ ആർ എസ്പെഷ്യലി ഫാസ്റ്റ് വെൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ ഹാർഡ്വെയറിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് വലിയ ലാഗിങ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഈ പാരിറ്റിയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ലാറ്റൻസി അവിടെ ക്രിയേറ്റ് ആവും. ഇവിടെ ഇതങ്ങനെയില്ല, ഫാസ്റ്റായിട്ട് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നമുക്കിത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എറർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? ഇതാണ് അഡ്വാൻറ്റേജ് ഓഫ് CRC ഓവർ പാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ക്യാൻ സീ എ ഫ്യൂ ക്വസ്റ്റ്യൻസ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദി CRC. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഇതിലെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങളിന്ന് അസൈൻമെൻറ്റായിട്ടുള്ള ഇന്നത്തെ വർക്കായിട്ട് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ P ഈക്വൽ ടു 10011 ആൻഡ് M ഈക്വൽ ടു ദിസ് വൺ. ഓക്കെ, ഫൈൻഡ് CRC. ക്ലിയർ? അപ്പോൾ ഇതിൽ M എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജാണ്. ഓക്കെ, M മെസ്സേജും നമ്മുടെ ഈ P എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ വേർഡാണ്. ഓക്കെ, ഇത് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഏതിനാണ് ബിറ്റ് കൂടുതലെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അതായിരിക്കും നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പാരിറ്റി, ഈ P എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ബിറ്റ്സ് കുറവാണ്, അപ്പോൾ അത് ഒബ്വിയസ്ലി ദാറ്റ് വിൽ ബി ദ ഡിവൈസർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിറ്റ്സ് എഴുതുക. ഇതിൽ എത്ര സീറോസ് ആഡ് ചെയ്യണം? ഇവിടെ എത്ര ബിറ്റ്സ് ഉണ്ടോ ദാറ്റ് -1 സീറോസ് അല്ലേ? 1 2 3 4 5 6 ബിറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ 6 - 1 5 zeros to be padded. 5 zeros പാഡ് ചെയ്യുക, അത് ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡറാണ് CRC. ആ CRCയും മെസ്സേജും കൂടെ അപ്പൻഡ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, റിസീവർ സൈഡിൽ വീണ്ടും നമ്മൾ ഡാറ്റയും CRCയും കൂടെ നമ്മൾ ഈ ഡിവൈസർ കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. റിമൈൻഡർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, റിമൈൻഡർ 0 ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ എറർ. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ എ CRC എറർ ഡിറ്റക്റ്റിംഗ് സ്കീം ചൂസ് ദ ഡിവൈസർ polynomial P equal to x raised to 4 plus x plus 1 encode the bit. ഓക്കെ, ഇത് നിങ്ങൾ ഇന്ന് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ പോളിനോമിയൽ തന്നിട്ടുള്ളത്. എന്താണ് ഈ പോളിനോമിയൽ എന്ന് പറയുന്നത്? ദിസ് ഈസ് അവർ കോഡ് വേർഡ് ഓർ ദ ഡിവൈസർ. ഓക്കെ, നമ്മുടെ ഡിവൈസർ എന്ന് നിങ്ങൾ ഈ പോളിനോമിയലിൽ നിന്ന് ആ ഡിവൈസർ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അതിൻ്റെ കോഎഫിഷ്യൻറ്റും അതിൻ്റെ പവറിൻ്റെ കോഎഫിഷ്യൻറ്റും നോക്കിയിട്ട് അത് നിങ്ങൾ ബിറ്റ്സുകൾ എക്സ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് അതും നമ്മുടെ എൻകോഡ് ഈ ഡാറ്റയും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഇവിടെ എത്ര സീറോസ് നമ്മൾ ആഡ് ചെയ്യണം അത് നോക്കി നിങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ദിസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. ഇത് നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, using CRC give the data word this one and divisor this. Okay, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഡാറ്റ വേർഡ് ഈസ് ദിസ് വൺ ആൻഡ് ഡിവൈസർ ഈസ് ദിസ് വൺ. അപ്പോൾ ഡിവൈസർ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, പോളിനോമിയലായിട്ടല്ല ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്.
ഷോ ദ ജനറേഷൻ ഓഫ് ദ കോഡ് വേർഡ് അറ്റ് ദ സെൻറ്റർ സൈഡ്, ഷോ ദ ചെക്കിംഗ് ദ കോഡ് വേർഡ് അറ്റ് ദ റിസീവർ സൈഡ്. ഓക്കെ, ഇത് ഒരു 10 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഇത് 7 മാർക്കാണ്. ഇത് 10 മാർക്ക് ക്വസ്റ്റ്യനാണ്. അതായത് 2 പ്രോസസ്സും ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡാറ്റയുടെ കൂടെ നമ്മൾ സീറോസ് ആഡ് ചെയ്യുക, ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ഷോ ദ ജനറേഷൻ ഓഫ് ദ കോഡ് വേർഡ് അറ്റ് ദ സെൻറ്റർ സൈഡ്. അതായത് എൻകോഡിങ് പ്രോസസ്സ് ആദ്യം നമ്മൾ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ റിമൈൻഡർ കിട്ടുന്നുണ്ടോ നോക്കുക. അതാണ് CRC. അതാണ് CRCയും ഇതുമായിട്ട് നമ്മൾ അപ്പൻഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ചെക്കിംഗ് ദ കോഡ് വേർഡ് അറ്റ് ദ റിസീവർ സൈഡ്. കോഡ് വേർഡ് ചെക്ക് ചെയ്യണം, അതായത് അത് കറക്റ്റ് ആണെന്നുള്ള ചെക്ക് ചെയ്യാനാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതാണ് ഡീകോഡിങ്. അതായത് ഡാറ്റയും CRCയും കൂടെ വരുന്നത് നമ്മൾ ആ ഡിവൈസുമായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ 0 ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത ക്വസ്റ്റ്യനാണ്.